സിലബസിലെ മോഡ്യൂൾ 3 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലോങ് വോൾ ഷോർട്ട് വോൾ മെത്തേഡാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എക്സ്പ്ലെയിൻ ദ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഓഫ് സിംഗിൾ സ്റ്റോറി റെസിഡൻഷ്യൽ ബിൽഡിംഗ്. സോ ദിസ് ഈസ് ദ പ്ലാൻ and this is the sectional view with foundation details also. Okay, so long wall short wall method ന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് പറയുന്നത്. സോ ലോങ് വോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ലോങ് വോൾ പ്ലസ് വിഡ്ത്താണ്, ബി ആണ്. അതുപോലെ ഷോർട്ട് വോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ഷോർട്ട് വോൾ മൈനസ് ബി. ഇതാണ് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഓക്കെ, ദിസ് ടു തിങ്സ്. ഓക്കെ, ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ലോങ് വോളിൻ്റെ കേസ് ആകുമ്പോൾ ഇപ്പോൾ ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് പോർഷൻ b/2, ഇവിടുത്തെ ഹാഫ് പോർഷൻ b/2 പ്ലസ് ആവും. അതുപോലെ തന്നെയാണ് ഈ കേസിലും വരുമ്പോൾ b/2. എന്നിട്ട് നമ്മൾ ഈ പ്ലസ് ബി എന്ന് പറയുന്നത് രണ്ട് സൈഡിലെയും b/2 പ്ലസിട്ട് ആഡ് ആക്കുന്നതാണ്. ഈ രണ്ട് സൈഡിലെയും b/2, ഇപ്പുറത്തെ സൈഡിലെയും b/2, ദാറ്റ് ഈസ് b/2 പ്ലസ് b/2 എന്ന് പറയുന്നത് b. അതാണ് ലോങ് വോൾ കണ്ടുപിടിക്കുമ്പോൾ സെൻറ്റർ ടു സെൻറ്റർ ഓഫ് ലോങ് വോൾ പ്ലസ് ബി ആണ്. ഷോർട്ട് വോൾ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും നമ്മളെ ഷോർട്ട് വോൾ. ഇപ്പോൾ 5 എന്ന് പറയുന്ന ഷോർട്ട് വോൾ എടുക്കുന്നു. അതുപോലെ ഇതാണ് ഇവിടുത്തെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് എ ഷോർട്ട് വോൾ ഓഫ് 5 മീറ്റർ. അപ്പോൾ ഇതിൽ b/2, അതായത് ഈ പോർഷൻ, ഇതിൻ്റെ ഹാഫ് സെൻറ്റർ മുതൽ ഈ ഇതുവരെയുള്ള പോർഷനും ഇതിൻ്റെയും ഈ സെൻറ്റർ മുതൽ ഇതുവരെയുള്ള പോർഷനും ഓൾറെഡി നമ്മൾ ലോങ് വോളിൽ കാൽക്കുലേറ്റ് ചെയ്തതാണ്. സോ ആ b/2 നമ്മൾ മൈനസ് ചെയ്യണം. സോ b/2 രണ്ട് സൈഡിലും b/2 പ്ലസ് b/2, ദാറ്റ് ഈസ് b. സോ ഷോർട്ട് വോളിൽ എന്ത് ചെയ്യണം? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ഷോർട്ട് വോൾ മൈനസ് b. ഓക്കെ, സോ ഫസ്റ്റ് ലെങ്ത് ഓഫ് ലോങ് വോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലെങ്ത് ഓഫ് ലോങ് വോൾ ആണ്, ദാറ്റ് ഈസ് 6 പ്ലസ് തിക്നെസ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ് വോളിൻ്റെ, ദാറ്റ് ഈസ് 0.3 മീറ്റർ. 6 പ്ലസ് 0.3 പ്ലസ് 5 പ്ലസ് ഇവിടുത്തെ 0.3/2, ഇവിടുത്തെ 0.3/2, ദാറ്റ് ഈസ് the center to center distance of long wall. Okay, that is 11.6. next is number of long walls. Number of long walls എന്ന് പറയുമ്പോൾ 1, 2 and 3. so number of long wall is 3. next is length of short wall of 5 meter length. 5 meter length in the short wall എന്ന് പറയുമ്പോൾ 0.3/2 plus 5 plus 0.3/2. and number of the short wall is 1, 2, 3. okay, number of short wall 5 meter short wall is 3. next is length of short wall of 4 meter length. that is also same, that is 0.3/2 plus 4 plus 0.3/2. and number of 4 meter short wall is 1, 2 and 3. okay, number of 4 meter short wall is 3. length of the short wall is 4 plus 2 into 0.3/2, that is 4.3. so next നമ്മൾ എസ്റ്റിമേഷനിലേക്ക് പോവുകയാണ്. സോ ഫസ്റ്റ് ബോക്സ് വരിക. സോ പെർട്ടിക്കുലേഴ്സിൽ ഫസ്റ്റ് വൺ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ആണ്. ഫസ്റ്റ് ലോങ് വോൾ. ലോങ് വോളിൻ്റെ നമ്പർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, 3 ആണ്. നെക്സ്റ്റ് ലെങ്ത്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ബ്രെഡ്ത്ത് വിഡ്ത്ത് എത്രയാണ്? 1.2 മീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഹൈറ്റും 1.2 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ലെങ്ത്ത് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് തന്നെ, അതായത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ലോങ് വോൾ പ്ലസ് വിഡ്ത്ത്, ദാറ്റ് ഈസ് 11.6 പ്ലസ് 1.2 ഈസ് ഇക്വൽ ടു 12.8. ദെൻ കാൽക്കുലേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് 55.3. നെക്സ്റ്റ് ഈസ് ഷോർട്ട് വോൾസ് 5 മീറ്റർ. that length
കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്, ലെങ്ത്തിന് മുന്നേ ബ്രെഡ്ത്ത് 1.2, ഹൈറ്റ് 1.2. സോ ലെങ്ത് എന്ന് പറയുന്നത് ഷോർട്ട് വോളിൻ്റെ കേസ് ആകുമ്പോൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 5.3 minus 1.2 that is equal to 4.1, that is length is 4.1. Okay, next is short wall 4 meter, 3, breadth is 1.2 meter, height is 1.2. So length is equal to 4.3 minus 1.2, that is 3.1. So total will be 86.4. Okay, ഇതാണ് എർത്ത് വർക്കിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്. ഇത് 3 പ്ലസ് ചെയ്യുക, ലോങ് ബോളും ഷോർട്ട് ബോളിൻ്റെ 2 എണ്ണം പ്ലസ് ചെയ്ത് കഴിഞ്ഞാലുള്ളതാണ് ടോട്ടൽ. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് സിമെൻറ്റ് കോൺക്രീറ്റ് ഫൗണ്ടേഷനാണ് ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ലോങ് ബോൾ തന്നെ, അതിൻ്റെ ബ്രെഡ്ത്ത് 1.2, ഹൈറ്റ് 0.3. ഹൈറ്റ് മാത്രമാണ് ഡിഫറൻറ്റ്, ലെങ്ത്ത് സെയിം തന്നെയായിരിക്കും ബിക്കോസ് വിഡ്ത്ത് എന്ന് പറയുന്നത് 1.2. ഫോർ എക്സാമ്പിൾ ലോങ് ബോളിൻ്റെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 11.6 ആണ്, പ്ലസ് 1.2, സോ 12.8, ദാറ്റ് ഈസ് 13.82. സോ സിമെൻറ്റ് കോൺക്രീറ്റ് ഫൗണ്ടേഷൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ അതേ ലെങ്ത്ത് തന്നെ ആയിരിക്കും, ബട്ട് ക്വാണ്ടിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും ബിക്കോസ് ഹൈറ്റ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 21.6. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റാൻഡം ടോപ്പൽ മേസൺറിയുടെ ആണ്. സോ ഫസ്റ്റ് ഫൂട്ടിങ്, ബിക്കോസ് ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാം ഇതാണ് ഫസ്റ്റ് ഫൂട്ടിങ്, ഇത് സെക്കൻഡ് ഫൂട്ടിങ്, ഇത് കോൺക്രീറ്റ് ഫൗണ്ടേഷൻ, അത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഓക്കെ, സിമെൻറ്റ് കോൺക്രീറ്റ് ഫൗണ്ടേഷൻ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നു. സോ ഫസ്റ്റ് ലോങ് ബോളിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 3 ആണ്, ലെങ്ത്ത് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ബ്രെഡ്ത്ത് അറിയണം. സോ ബ്രെഡ്ത്ത് 0.9, ഹൈറ്റ് 0.6 ആണ്, ലെങ്ത്ത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് സെയിം തന്നെ 11.6, ബട്ട് ബ്രെഡ്ത്ത് മാറ്റാണ്, പ്ലസ് 0.9 ദാറ്റ് ഈസ് 12.5 വിച്ച് ഈസ് ലെങ്ത്ത് ഈസ് 12.5. ഷോർട്ട് ബോൾസ് ഓഫ് 5 മീറ്ററിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0.9, ഹൈറ്റ് 0.6. സോ ലെങ്ത്ത് എന്ന് പറയുന്നത് 5.3 മൈനസ് വിഡ്ത്ത് ദാറ്റ് ഈസ് 0.9 ഈസ് ഈക്വൽ ടു 4.4. സോ ക്വാണ്ടിറ്റി ഈസ് 7.13. നെക്സ്റ്റ് ഷോർട്ട് ബോൾസ് ഓഫ് 4 മീറ്റർ, നമ്പർ ഈസ് 3, ലെങ്ത്ത് ഈസ് 3.4. സോറി, ലെങ്ത്ത് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0.9, ഹൈറ്റ് എന്ന് പറയുന്നത് 0.6. സോ ലെങ്ത്ത് ഈസ് 4.3 മൈനസ് 0.9 വിച്ച് ഈസ് 3.4. സോ 3.4 ആൻഡ് ദ ക്വാണ്ടിറ്റി ഈസ് 5.51. ഓക്കെ, സോ ടോട്ടൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫൂട്ടിങ്ങിൻ്റെ 32.89 ആണ്. നെക്സ്റ്റ് സെക്കൻഡ് ഫൂട്ടിങ്ങിൻ്റെ ലോങ് ബോൾ സെയിം തന്നെ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0.7 ആണ്. സോ 11.6 പ്ലസ് 0.7 ദാറ്റ് ഈസ് 12.3, ക്വാണ്ടിറ്റി 7.75. നെക്സ്റ്റ് ഷോർട്ട് ബോളിൻ്റെ എന്ന് പറയുമ്പോൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 5.3 ആണ്, 0.7 ആണ് വിഡ്ത്ത്, സോ മൈനസ് ചെയ്ത് 4.6 ദാറ്റ് ഈസ് 4.6. നെക്സ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് 4 മീറ്ററിൻ്റെ ആണെങ്കിൽ 4.3 minus 0.7, so 3.6, quantity is 2.27, so total is 12.92. നെക്സ്റ്റ് ബേസ്മെൻറ്റിൻ്റെ ആണ്. ബേസ്മെൻറ്റിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, ആക്ച്വലി അത് തരേണ്ടതാണ്. സോ അതിൻ്റെ ബ്രെഡ്ത്ത് 0.5 ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 1.2 മീറ്റർ ആണ്. പ്ലിന്ത് ലെവൽ അവസാനിക്കുന്നിടത്ത്, അതായത് ബേസ്മെൻറ്റ് അണ്ടർ ഗ്രൗണ്ട് അല്ല, നമ്മൾ മേലെയുള്ള സ്ട്രക്ചർ, സൂപ്പർ സ്ട്രക്ചർ അല്ല, ബേസ്മെൻറ്റ്. ഓക്കെ, സോ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 11.6 പ്ലസ് 0.5 ദാറ്റ് ഈസ് 12.1, അതാണ് ലോങ് ബോളിൻ്റെ. സോ ക്വാണ്ടിറ്റി ഈസ് 21.78. 5 മീറ്ററിൻ്റെ ആണെങ്കിൽ 5.3 മൈനസ് 0.5 ബിക്കോസ് ബ്രെഡ്ത്ത് 0.5 ആണ്, ദാറ്റ് ഈസ് 4.8. സോ ക്വാണ്ടിറ്റി ഈസ് 8.64. നെക്സ്റ്റ് 4 മീറ്ററിൻ്റെ അതാകുമ്പോൾ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 4.3 മൈനസ് 0.5 ദാറ്റ് ഈസ് 3.8 ആൻഡ് ദ ക്വാണ്ടിറ്റി 6.84. സോ ടോട്ടൽ ഈസ് 37.26. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ RR റാൻഡം ടോപ്പൽ മേസൺറി ആണ്. സോ ടോട്ടൽ എന്ന് പറയുന്നത് റാൻഡം ടോപ്പൽ മേസൺറിയുടെ 3 പ്ലസ് ചെയ്യുക, ദാറ്റ് ഈസ് 83.07. ഓക്കെ, 3 എന്ന് പറയുമ്പം ദിസ് 32.89 പ്ലസ് 12.92 പ്ലസ് 37.26 ദാറ്റ് ഈസ് 83.07. നെക്സ്റ്റ് സൂപ്പർ സ്ട്രക്ചറാണ് റാൻഡം ടോപ്പൽ മേസൺറിയുടെ സൂപ്പർ സ്ട്രക്ചർ. സോ ലോങ് ബോൾ സെയിം തന്നെ, ലോങ് ബോൾ ലെങ്ത്ത് 11.6, വിഡ്ത്ത് എന്ന് പറയുന്നത് 0.3 ആയിരിക്കും, ഹൈറ്റ് 3 മീറ്റർ ആണ്, ദാറ്റ് ഈസ് 11.6 പ്ലസ് 0.3 11.9. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 32.13 ആണ്. ഷോർട്ട് ബോൾസ് 5 മീറ്ററിൻ്റെ
5.3 minus 0.3, that is center to center distance minus breadth, that is 5, that is 5 into 0.3 into 3, that is 13.5. Next, short wall 4 meter, that is 4.3 minus 0.3, that is 4, and the quantity is 10.8, and ഇത് 3 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടും, that is 56.43. ലോങ് ബോൾ ഷോർട്ട് ബോൾ മെത്തേഡിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം.